So hi all, this is Sachin VC. Welcome back to my YouTube channel Sachim. So ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഡൈനാമോ ഡിസ്കഷൻ പ്ലേലിസ്റ്റിൽ. സോ ആസ് യൂഷ്വൽ കട്ടയ്ക്ക് തന്നെ ജിതിൻ കൂടെ ഉണ്ട്. ജിതിൻ തീരെ വയ്യാന്ന് തോന്നുന്നു ഐ ഗസ്. അല്ല, ജിതിന് ഭയങ്കരമായിട്ട് കോൾഡ് പിടിച്ച് ടയേർഡാണ് ചെക്കൻ. ഹായ് ജിതിൻ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ജിതിന്. ഓക്കെ. സോ ഇന്നത്തെ ഡിസ്കഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ ചെയ്തതിനെ. ഓക്കെ. സോ ചെയ്തതിനെ സ്ക്രീൻ വിസിബിൾ അല്ല നിങ്ങൾക്ക്? അതെ, വിസിബിൾ ആണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവറ്റിൻ്റെ പ്രൊജക്ട് ബ്രൗസർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വിചാരിക്കുന്നത് ഒരു പ്രൊജക്ട് ബ്രൗസറാണ്. സോ ഇതിൽ ഈ ഒരു പ്രൊജക്ട് ബ്രൗസറിൽ നമുക്ക് ഒരുപാട് ഫാമിലീസ് ഉണ്ട്. സോ റൈറ്റ് നോ ഒരു ഫ്ലോ ഡ്രെയിൻ ഫാമിലി നിങ്ങൾക്ക് കാണാനുണ്ട്. അതിന് 125mm സ്ട്രെയിനർ വിത്ത് 50mm ഡ്രെയിൻ. സോ അതാണ് നമ്മുടെ ഫാമിലിയുടെ ടൈപ്പ് നെയിംസ് വരുന്നത്. സോ ടൈപ്പ് നെയിം നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം കൊടുത്തതിന് ശേഷം ഈ ഡ്രെയിൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ലെറ്റ്സ് എനിക്ക് ഫ്ലോ ഡ്രെയിൻ എന്ന് ആക്കണമെങ്കിൽ എനിക്കിവിടെ വന്നിട്ട് ഫ്ലോ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഫ്ലോ എന്ന് എൻ്റർ ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് നെയിം മാറും. സോ ഇത്തരത്തിലുള്ള പരിപാടി ചിലപ്പോൾ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട നെയിം ആസ് പെർ നമുക്ക് കിട്ടുന്ന സബ്മിറ്റിലനുസരിച്ച് മാച്ച് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റീനെയിം ചെയ്യേണ്ടി വരും. സോ അതൊരു 1-2 ടൈപ്പാണെങ്കിൽ നമുക്ക് ചെയ്യാം. ബട്ട് ദർ ഇസ് ഒരു 20+ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഡാണ് അത് ചെയ്യാനായിട്ട്. സോ അതെങ്ങനെ നമുക്ക് ഡൈനാമോ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്. സോ ഇതിന്റെ ഐഡിയാസ് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ നെയിം നമ്മൾ ഡീകോഡ് എടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിലുള്ള നെയിമിന് പകരം നമ്മൾ പുതിയൊരു നെയിം ആഡ് ചെയ്യുക, ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ്. ദാറ്റ്സ് വാട്ട് ലൈക്ക് ആ ഒരു ടൈപ്പിൻ്റെ നെയിം നമുക്ക് ഡൈനാമോ യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ആ നെയിമിൽ നമുക്ക് ഡ്രെയിനിൽ നിന്ന് ഉള്ളടത്ത് ഒന്നില്ലെങ്കിൽ ഡ്രെയിനിൻ്റെ തൊട്ടുമുമ്പിലായിട്ട് പ്രിഫിക്സ് പോലെ ഫ്ലോ എന്ന് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഡ്രെയിൻ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫ്ലോ ഡ്രെയിൻ എന്നുള്ള വേഡിങ്സ് അവിടെ കൊണ്ടുവയ്ക്കാം. സോ അതാണ് ഒരു ജസ്റ്റ് ലൈക്ക് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന വേർഷൻ 2020, ദെൻ യൂസ് ചെയ്യുന്ന ഡൈനാമോ സംവേർ. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഡൈനാമോ. ദ വേർഷൻ ഈസ് ഡൈനാമോ കോർ 2.1.07500. സോ ദിസ് ഇസ് വാട്ട് ദ വേർഷൻ ഐ എം ഫോളോയിങ്. സോ ക്ലിക്ക് ന്യൂ. ഒരു പുതിയൊരു സ്ക്രിപ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ന്യൂ കൊടുത്തു. സോ ഫസ്റ്റ് ഇൻപുട്ടായിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാം, ഐ മീൻ നമ്മുടെ ഇൻപുട്ടായിട്ട് എന്താണ്, ഇത് ഒരു കാറ്റഗറിയാണ് നമുക്ക് ഇൻപുട്ടായിട്ട് വേണ്ടത്. ഒരു കുറച്ചധികം ഫാമിലീസ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടതാണ് നമ്മുടെ ഇൻപുട്ട്. സോ ഓൾ ഫാമിലീസ് എല്ലാ ഫാമിലി ടൈപ്പും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. സോ ഓൾ ദ ഫാമിലീസ് ഫ്രം ഓൾ ഫാമിലി ടൈപ്പ് ഓഫ് കാറ്റഗറി ഈ നോഡ് യൂസ് ചെയ്യാം ഇൻപുട്ടായിട്ട്. ഓക്കെ, നമുക്ക് ടൈപ്പാണ് ആവശ്യം. ഓൾ പ്ലേസ്ഡ് ടൈപ്പ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് ചെയ്ത ഫാമിലീസിൻ്റെ റീനെയിം ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കിത് പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ റീനെയിം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സെക്കൻഡ് നോഡാണെങ്കിൽ ഓൾ ഫാമിലി ടൈപ്പ് ഓഫ് കാറ്റഗറി, ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ ഫാമിലി ടൈപ്പിനും നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ഐ മീൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ആ ഒരു നോഡ് കൊടുത്തു. സോ ഇതിന് ഇൻപുട്ടായിട്ട് വരുന്നത് കാറ്റഗറി. സോ ഏത് കാറ്റഗറിയാണ്? സോ ഇവിടുത്തെ കാറ്റഗറി പ്ലംബിംഗ് ഫിക്സേഴ്സ് ആണ്. സോറി ഗേസ്, എന്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓട്ടോമാറ്റിക് മാറ്റി മാനുവൽ ആക്കണം. സോ ദാറ്റ്സ് വാട്ട് ദ ഫസ്റ്റ് തിങ്. അതർവൈസ് ഇൻകംപ്ലീറ്റ് സ്ക്രിപ്റ്റ് റണ്ണായിട്ട് വെറുതെ എറർ ക്രിയേറ്റ് ആവാനായിട്ടുണ്ടാവും അല്ലേ ജിതിനെ? ഓക്കെ. സോ കാറ്റഗറി അതാണ് എൻ്റെ ഇൻപുട്ട്. സാധ്യതയുണ്ട് ഹാങ് ആവാനല്ലേ? ഓക്കെ. സോ കാറ്റഗറി ഇൻ ദ സെൻസ് നമ്മൾ പ്ലംബിംഗ് ഫിക്സേഴ്സ് ആണ് കാറ്റഗറി വരുന്നത്. സോ സെയിം ദ വേ പ്ലംബിംഗ് ഫിക്സർ എടുത്തു. പ്ലംബിംഗ് ഫിക്സേഴ്സ് ഒരു ഇൻപുട്ട് നോഡ് കണക്ട് ചെയ്ത്. ഓക്കെ, ദെൻ ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിലെ എല്ലാ പ്ലംബിംഗ് ഫിക്സേഴ്സിൻ്റെ ടൈപ്പും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര അധികം
ഫിക്സേഴ്സ് എൻ്റെ പ്രൊജക്റ്റിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സ്ട്രെയിനർ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ടുള്ളത് ഫാമിലി ടൈപ്പാണ്. സോ ആ ഒരു ഫാമിലി ടൈപ്പിനെ എനിക്ക് എലമെൻ്റ് ആക്കി മാറ്റണം അല്ലേ, സോറി, ആ ഒരു ഫാമിലി ടൈപ്പ് എലമെൻ്റ് ആയിട്ടാണ്, അതിനെ എനിക്ക് സ്ട്രിങ്ങിലേക്ക് മാറ്റണം. അതിനായിട്ട് ഫാമിലി നെയിമിനെ ഉദ്ദേശിക്കുന്നത് അതിനെ സ്ട്രിംഗ് ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതെ പാരാമീറ്റർ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ അതെ നെയിം എന്ന് ടൈപ്പ് ചെയ്താൽ. ഓക്കെ, ഫാമിലി എടുക്കുവാണെങ്കിൽ നമുക്ക് name. അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ നെയിം സ്ട്രിങ് ആയിട്ട് ഇവിടെ കൺവേർട്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. റൺ കൊടുത്തു. അതെ. സോ അത് സ്ട്രിങ് ആയിട്ടുണ്ട്. സെയിം തന്നെ ഇവിടെ നമുക്ക് ഫാമിലി ടൈപ്പ് ആയിരുന്നെങ്കിൽ ആ ഫാമിലി ടൈപ്പിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ അടുത്തായിട്ട് ഈ ഒരു സ്ട്രിങ്ങിലെ ഈ ഡ്രെയിൻ എന്നുള്ള നെയിമാണ് നമുക്ക് ഫ്ലോ ഡ്രെയിൻ ആക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് സ്ട്രിങ് റീപ്ലേസ് അങ്ങനോട് ഉണ്ടായിരുന്നല്ലോ, റീപ്ലേസ് സ്ട്രിങ് ഡോട്ട് റീപ്ലേസോ എന്തായിരുന്നു, റീപ്ലേസ് അടിക്കുമ്പോൾ വരുമല്ലോ. റീപ്ലേസ് അടിക്കുമ്പോൾ വരും. സ്ട്രിങ് റീപ്ലേസ്. സോ ഇതിൻ്റെ ഇൻപുട്സ് ആയിട്ട് വരുന്നത് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ് ഈ ഒരു ഇൻപുട്ട് സെർച്ച് ഫോർ, എന്തിനാണ് സെർച്ച് ചെയ്യുന്നത്, റീപ്ലേസ് വിത്ത്, എന്താണ് റീപ്ലേസ് ചെയ്യുന്നത്. സോ സ്ട്രിങ് ടു സ്ട്രിങ് കണക്ട് ചെയ്തു. സെർച്ച് ഫോർ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രെയിൻ ആണ്. സോ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഡ്രെയിൻ എന്ന് സ്ട്രിങ് പാരാമീറ്റർ ആയിട്ട് സ്ട്രിങ് ആയിട്ട് ഡ്രെയിൻ എന്ന് കൊടുത്തു. സെർച്ച് ഡ്രെയിൻ കൊടുത്തു. then ഇവിടെ വന്ന് ഞാൻ അഗെയിൻ ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. സോറി, ഇറ്റ്സ് നോട്ട് റൈറ്റ്. then replace with flow drain. സോ സെർച്ച് ചെയ്ത് ഡ്രെയിൻ സെർച്ച് ചെയ്ത് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്യുക, ഡ്രെയിനെ മാറ്റി അവിടെ ഫ്ലോ ഡ്രെയിൻ നമ്മൾ റീപ്ലേസ് ചെയ്യും. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അല്ല ജിതിന്, ഇതുവരെ ഓക്കെ ആണോ? അത് സെറ്റ് ആണോ? ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണ്. ദെൻ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കാറ്റഗറി എടുത്തു, അതിൻ്റെ കാറ്റഗറീനെ ടൈപ്പ്, ഫാമിലി കാറ്റഗറി സെലക്ട് ചെയ്തു, അതിൻ്റെ ടൈപ്പ് എടുത്തു, ദെൻ ആ ടൈപ്പിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തു, ദെൻ സ്ട്രിങ് റീപ്ലേസ്മെൻറ്റിനോട് യൂസ് ചെയ്തിട്ട് ആ ഒരു ഡ്രെയിൻ എന്ന വേർഡിനെ ഫ്ലോ ഡ്രെയിൻ നമ്മൾ റീപ്ലേസ് ചെയ്യാനുള്ള നോഡ് ചെയ്തു. ഇനി ഈ ഒരു വാല്യൂ എലമെൻറ്റിൻ്റെ നെയിമിലേക്ക് മാറ്റണം. സോ ദാറ്റ് സെറ്റ് നെയിം ആണ് കൊടുക്കുന്നത്. അതെ, എലമെന്റ് സെറ്റ് നെയിം, എലമെന്റ് സെറ്റ് എലമെന്റ് ഡോട്ട് എലമെന്റ് എടുത്തിട്ട് ഡോട്ട് സെറ്റ് നെയിം. സോ ഇതാണ് നമ്മുടെ എലമെന്റ് സെറ്റ് നെയിം. സോ ദാറ്റ് ആ എലമെന്റിന് പുതിയൊരു നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഏതൊക്കെ എലമെന്റ് എന്ന് വെച്ചാൽ ഈ എല്ലാ എലമെന്റും നമുക്ക് നെയിം ചേഞ്ച് ചെയ്യണം. ദെൻ എന്താണ് ആ പുതിയ നെയിം എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രിങ് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്ത് വരുന്ന ഔട്ട്പുട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഒന്ന് കൊടുത്തു. സോ ഇതിനെ നമ്മുടെ ഓൾമോസ്റ്റ് സ്ക്രിപ്റ്റ് ഡണ്ണായി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് മാനുവലിട്ട് റണ്ണ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. റണ്ണ് കൊടുത്തു. സോ ദാറ്റ് ഇവിടുത്തെ എല്ലാ ഡ്രെയിൻ എന്നുള്ള വേർഡിങ്സ് ഫ്ലോ ഡ്രെയിനാക്കി കൺവേർട്ടായി. സോ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു നമ്പർ ഓഫ് ഫാമിലി ടൈപ്സ് നമുക്ക് റീനെയിം ചെയ്യാൻ പറ്റും. ഇതൊരു സാമ്പിൾ ആയതുകൊണ്ട് കാണിക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഒരുപാട് സ്കോപ്സ് ഉണ്ട്. സോ ഒരു കൺസെപ്റ്റ് ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ ഒരു പ്ലാൻ ലിസ്റ്റിൽ നമ്മൾ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകളാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊരു ചെറിയൊരു കുറച്ച് ടൈപ്സിൻ്റെ ആണെങ്കിൽ ഒരു വലിയൊരു ടൈം വരുമ്പോഴും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഇതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ, റൈറ്റ്? ഇതിൻ്റെ ഒരു സെക്കൻഡ് വെർഷൻ. അതെ. സോ ദാറ്റ്സ് വാട്ട് ഫ്രം ദിസ് സ്ക്രിപ്റ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഗൈസ്. സോ if you have any queries means please let me know in the comment section. So that's it from my side, and it's me, Jidin. Yeah, Jidin, thank you for the being there to help me. So thank you, Jidin, once again. So okay. This is Sachin from Sachin channel. Thank you guys. Bye.